വിഷ്ണു സുരേഷും വിപിൻ സി വിജയനും വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, ഈ വിധി പകർപ്പിലെ കൂടുതൽ ഭാഗങ്ങൾ ഇപ്പോൾ 24-ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ 1550 പേജിലാണ് 8ാം പ്രതിയായ ദിലീപുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളത്. വിശദാംശങ്ങൾ. അതെ, നടൻ ദിലീപുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൂഢാലോചന തെളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ വിധിപ്പകർപ്പിൽ എടുത്തു പറയുന്നത്. 1709 പേജുള്ള ഈ വിധിപ്പകർപ്പിൽ എടുത്തു പറയുന്നു, ദിലീപുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് ഈ പ്രതികൾ ഇപ്പോൾ നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ദിലീപുമായി ഗൂഢാലോചന നടത്തി. ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം പൾസർ സുനി ഗൂഢാലോചന നടത്തി എന്നുള്ളതായിരുന്നു. ആ ഗൂഢാലോചന തെളിഞ്ഞിട്ടില്ല, അത്തരത്തിലൊരു ഗൂഢാലോചന ഇല്ല എന്നുള്ളത് ഈ വിധിപ്പകർപ്പിൽ പറയുന്നു. മറ്റ് ഏതൊക്കെ രീതിയിൽ, അതായത് ഇപ്പോൾ പ്രോസിക്യൂഷൻ നൽകിയിട്ടുള്ള ഏത് തെളിവുകളാണ് അവിടെ എടുക്കാതെ പോയത്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് തള്ളിപ്പോയി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ആ ഗൂഢാലോചന തെളിഞ്ഞിട്ടില്ല എന്നുള്ളത് വിധിപ്പകർപ്പിൽ പറയുന്നു. ഒപ്പം തന്നെ 1 മുതൽ ഈ 6 വരെയുള്ള പ്രതികൾക്ക്, അതായത് പൾസർ സുനിയും തുടങ്ങി പ്രദീപ് വരെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ കഠിന തടവ് എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ വിചാരണ കാലയളവിൽ അനുഭവിച്ച ശിക്ഷ കഴിഞ്ഞിട്ടുള്ള ശിക്ഷ അനുഭവിച്ചാൽ മതി എന്നുള്ളതും ഇതിൽ പറയുന്നുണ്ട്. പിന്നീടുള്ളത് ദിലീപുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ആ ശിക്ഷ അത് കുറ്റമുക്തനാക്കുന്നതിനുള്ള ഒരു കാരണം, അത് ഗൂഢാലോചന എന്ന് പറയുന്ന കാര്യങ്ങൾ അതിൽ തെളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിലേക്ക് ലിങ്കാക്കാവുന്ന കാര്യങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണമുള്ളത്. 7.5 വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. ആ ഉത്തരവിന്റെ പകർപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ഉള്ളത്. ഈ ഒരു വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷം അപ്പീൽ പോകും ഹൈക്കോടതിയിൽ എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. അതിന് തക്കതായിട്ടുള്ള ഇപ്പോൾ വിധിപ്പകർപ്പ് വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇനി ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ പോകും പ്രോസിക്യൂഷൻ എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇതിലെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പ്രജിൻ. യെസ്, എന്തായാലും വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ വിധിപ്പകർപ്പിന്റെ തുടർ പേജുകളിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വിവരങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1550 പേജിലാണ് ഈ കേസിലെ 8ാം പ്രതിയായ ദിലീപുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ഏതൊക്കെ വകുപ്പുകളാണ് നിലനിൽക്കാത്തതെന്നൊക്കെ ബന്ധപ്പെട്ടുള്ള പോയിന്റുകൾ കോടതി എഴുതി ചേർത്തിരിക്കുന്നത്. 1550 പേജിലാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഉള്ളത്. ഒപ്പം തന്നെ വളരെ കൃത്യമായി, വളരെ ഡീറ്റെയിൽ ആയി തന്നെ വിധിപ്പകർപ്പിൽ ഈ സംഭവങ്ങളെക്കുറിച്ച്, അതിൽ ഓരോ പ്രതികളുടെയും പങ്കിനെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.